ദില്ലി സർവകലാശാലയിൽ ചരിത്രകാരൻ ഇർഫാൻ ഹബീബിന് നേരെ ആക്രമണ ശ്രമം. ആർട്സ് ഫാക്കൽറ്റിക്ക് മുന്നിൽ ഐസ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ വെള്ളം നിറച്ച് ബക്കറ്റ് എറിയുകയായിരുന്നു. അക്രമത്തിന് പിന്നിൽ ABVP ആണെന്നാണ് ഐസയുടെ ആരോപണം. നോബിൾ മാരിക്കാരനാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി നോബിൾ. ഇർഫാൻ ഹബീബ് സംസാരിക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ ദേഹത്തും വെള്ളം വീഴുന്നുണ്ട്. ബക്കറ്റ് കുറച്ചു മാറി അപ്പുറത്ത് വീഴുകയായിരുന്നു അല്ലേ? ആക്രമണ ശ്രമമാണ് എന്നാണ് കരുതുന്നത്. വിനിത, പ്രശസ്ത ചരിത്രകാരൻ ഇർഫാൻ ഹബീബിന് നേരെ ഒരു അക്രമ ശ്രമമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അദ്ദേഹം ഇന്നിപ്പോൾ ദില്ലി സർവകലാശാലയിൽ സംസാരിക്കുകയായിരുന്നു. അവിടെ ഐസയുടെ ഒരു പരിപാടി സംസാരിക്കുമ്പോഴാണ് ആർട്ട് ഫാക്കൽറ്റിക്ക് മുന്നിലായിരുന്നു ഈ പരിപാടി നടന്നുകൊണ്ടിരുന്നത്. സമാധാനപരമായി നടക്കുന്ന പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പുറകിലത്തെ സൈഡിൽ നിന്ന് ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചുകൊണ്ട് അദ്ദേഹത്തിന് നേരെ എറിയുന്ന സാഹചര്യം ഉണ്ടായത്. വെള്ളമൊക്കെ അദ്ദേഹത്തിന്റെ ദേഹത്ത് വീഴുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മറ്റു തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത് എന്നാണ് വിദ്യാർത്ഥി സംഘടന ഐസ അടക്കം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. ABVP ആണ് ഇപ്പോഴത്തെ ഈ ആക്രമണത്തിന് പിന്നിൽ, ഈ ശ്രമത്തിന് പിന്നിൽ എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. അതിനുശേഷം വിദ്യാർത്ഥികളുടെ ചെറിയ പ്രതിഷേധം അടക്കം അവിടെ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് അന്വേഷണ സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. നേരത്തെയും ഇർഫാൻ ഹബീബുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഇത്തരത്തിൽ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് ഉണ്ടായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ അദ്ദേഹത്തിനെതിരെ പറയുന്നതൊക്കെ നമ്മൾ വലിയ തരത്തിൽ തലക്കെട്ടുകൾ ഇടം പിടിക്കുകയും ചെയ്തതാണ്. എന്നാണെങ്കിലും ദില്ലിയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന് എതിരെ ഒരു ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ബക്കറ്റിൽ വെള്ളം നിറച്ച് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ എറിയുകയാണ് ഉണ്ടായത്. മറ്റ് പരിക്കുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. വിദ്യാർത്ഥികളും വളരെ സമീപനം പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിനിത, ശരി. ഇർഫാൻ ഹബീബിന് നേരെയുണ്ടായ ആക്രമണ ശ്രമം ABVP ആണ് ഇതിന് പിറകിലെന്നാണ് ഐസയുടെ ആരോപണം.